തൊഴിയൂർ സുനിൽ വധക്കേസിൽ തെറ്റായി പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തവർക്ക് ഈ കേസ് അന്വേഷിച്ച് പോലീസുകാർ നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാർ ഉത്തരവ്. ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വീതം നൽകണമെന്നും ഈ തുക പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ നിന്നോ ഈടാക്കണമെന്നും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, മാതൃകാപരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ വധക്കേസിൽ എത്ര നിരപരാധികൾ ഈ രീതിയിൽ തെറ്റായി പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, അവർക്ക് എത്ര വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 1994 ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ തൊഴിയൂർ വധക്കേസ് നടക്കുന്നത്. അതായത് തൊഴിയൂരിലെ RSS പ്രവർത്തകനായ സുനിലാണ് വീടിനകത്ത് വെച്ച് കൊല്ലപ്പെട്ടത്. അന്ന് ഈ DYFIയുടെയും CPMന്റെയും പ്രവർത്തകരായ റഫീഖ്, ബാബുരാജൻ, അതുപോലെ തന്നെ ബിജു, ജെയ്സൺ എന്നിവരാണ് 4 പേരാണ് ഇതിൽ പ്രധാനമായും പ്രതി ചേർക്കപ്പെട്ടത്. അന്ന് ഇവർ ഈ ഒരു സംഭവത്തിന് ശേഷം ഇവരെ പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് ഇവർ ഒളിവിൽ പോവുകയും ഒക്കെ തന്നെ ചെയ്തു. അതിനുശേഷം പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ പോവുകയും ഒക്കെ തന്നെ ചെയ്തു. പിന്നീട് 1997 മാർച്ച് 27-ാം തീയതിയാണ് ജീവപര്യന്തം തടവിന് ഇവരെ വിചാരണ കോടതി ശിക്ഷിക്കുന്നത്. 1 ലക്ഷം രൂപ പിഴയും അന്ന് ശിക്ഷാ വിധിയിൽ ഉണ്ടായിരുന്നു. 1998 സെപ്റ്റംബർ മാസത്തിലാണ് പിന്നീട് ഹൈക്കോടതി ഇവരെ ഡിവിഷൻ ബെഞ്ച് ഈ 4 പേരെയും പിന്നീട് ഈ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഉത്തരവിറക്കുന്നത്. അന്ന് മുതൽ തന്നെ ഇതിലെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തിയും ഉൾപ്പെടുന്ന മറ്റെല്ലാവരും തന്നെ നിയമ പോരാട്ടം നടത്തുകയാണ്. തങ്ങളുടെ നിരപരാധിത്വം തെളിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടണം. അതിനോടൊപ്പം തന്നെ മറ്റ് ഈ കേസിൻ്റെ ഭാഗമായി ഒരുപാട് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിലെ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തുകയും തങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയവരെ ശിക്ഷിക്കുകയും വേണമെന്ന ഒരു ആവശ്യവുമായി നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു. ഒടുവിൽ ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് ഇങ്ങനെയാണ്. അതായത് 5 ലക്ഷം രൂപ വീതം ഇതിലെ ഓരോ പ്രതികൾക്കും ഈ പോലീസുകാരിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ട് ഇവർക്ക് നഷ്ടപരിഹാരമായി നൽകണം. അന്ന് ഇതിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പല പോലീസുകാരും റിട്ടയർ ആയിട്ടുണ്ടാകും. അങ്ങനെ റിട്ടയർ ആയെങ്കിൽ പോലും അവരുടെ പെൻഷൻ തുകയിൽ നിന്ന് ഈ തുക പിടിച്ചെടുത്ത് ഈ നഷ്ടപരിഹാരമായി ഇവർക്ക് നൽകണം എന്നുള്ള ഒരു നിർണായകമായ ഒരു ഉത്തരവാണ് നിലവിൽ ഈ സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഉത്തരവ്